അങ്കമാലിയിൽ വിരണ്ട ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനായി എത്തിച്ച ആനയാണ് കുളിപ്പിക്കുന്നതിനിടയിൽ വിരണ്ടോടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാപ്പാന്മാർ 2 പേരും പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആന അക്രമാസക്തരാണ്. തൊട്ടടുത്ത് ജനവാസ മേഖലയാണ്, വീടുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ആളുകൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് അപകടകരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം ആന ഏറെ പരിഭ്രാന്തനാണ്, രോഷാകുലനാണ്. ഇപ്പോൾ അവിടെ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ അവിടെ കിടന്നിരുന്ന ഒരു തടിക്കഷ്ണം തുമ്പിക്കൈയിൽ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതെടുത്ത് എറിയാനുള്ള ശ്രമമൊക്കെ ആനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിപ്പോൾ ആരൊക്കെയാണ് ആനയുടെ പരിസര പ്രദേശങ്ങളിലേക്ക് പോയി നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഷാബാസ് നമ്മളോടൊപ്പം വിവരങ്ങളുമായിട്ട്. ഷാബാസ് അവിടെ ആ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത്, മതിൽ ഇപ്പുറത്താണുള്ളത്. ഷാബാസ്, ആരാണ് ഈ ആന നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്? ആരൊക്കെയാണ്? മധു, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. RRT സംഘമടക്കം സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർ ആനയെ ഏതെങ്കിലും തരത്തിൽ തളയ്ക്കാൻ കഴിയുമോ എന്ന സാഹചര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര വളപ്പിനകത്ത് തന്നെയാണ് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അക്രമാസക്തനായി തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വാഹനങ്ങളടക്കം കുത്തിമറിച്ചിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അടുത്തുള്ളൊരു വാനും ബൈക്കും ഒക്കെ കുത്തിമറിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ആന അക്രമാസക്തനായി കൊണ്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ചേട്ടാ, അത് എപ്പോഴായിരുന്നു ഇറങ്ങിയത്? എപ്പോഴായിരുന്നു? രാവിലെ 9:10 ഉണ്ടാവും. ചേട്ടാ, ഇത് ഇവിടെ കുളിപ്പിക്കാനുണ്ടെന്ന് ആനയായിരുന്നു? കുളിപ്പിക്കാനുണ്ടെന്നല്ല, തൊഴിക്കാൻ കൊണ്ടെന്നാനായിരുന്നു. ആരോ തൊഴിക്കാൻ കൊന്നാണ്. അമ്പലത്തിന് അറിയില്ല. ഇത് ഇവിടെ തൊഴിക്കാൻ കൊന്ന് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞപ്പോ ആന ഇടയായിരുന്നു. തൊഴിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഇല്ല, തൊഴിക്കില്ല. തൊഴിക്കാൻ തന്നെ അവിടെ ഇറക്കിയ കൊണ്ടുവന്ന വഴി, തിരിച്ചുകൊണ്ടുവന്ന വഴി. അങ്ങനെ ആളുകൾക്ക് പരിക്കേറ്റില്ല. ആളുകൾക്ക് അതിന്റെ ഡ്രൈവർക്കും പിന്നെ അതിന്റെ പാപ്പാനും പരിക്കേറ്റുണ്ട്. ഈ ഡ്രൈവർ ആനയെ കൊണ്ടുവന്ന ലോറിയിൽ ഡ്രൈവർ? അതെ 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 അതേ ഡ്രൈവർക്ക്? അതെ, അദ്ദേഹമാണ് മരിച്ചെന്ന് കേൾക്കുന്നു. ആ ലോറി, ആനയെ കൊണ്ടുവന്ന ലോറിയിലെ ഡ്രൈവർ പാപ്പാനും പരിക്കേറ്റുണ്ട്, ഹോസ്പിറ്റലാണ്. ഇത്ര നേരമായിട്ട് ആന അങ്ങനെ തളയ്ക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അക്രമസക്തനായിട്ട് നിൽക്കാണ്. ആ വാഹനങ്ങളൊക്കെ കുത്തിമറിച്ചിട്ടേക്കാണ്. അതെ, വാഹനങ്ങളൊക്കെ കുത്തിമറിച്ചിട്ടേക്കാണ്. ആനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ സ്ഥലത്തെത്തി ഉണ്ട്. ആനയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, ഇതിനെ മയക്കാനും മയക്കുവെടി വയ്ക്കാനുള്ള ആളുകളാണ് വന്നേക്കുന്നത്. സ്ക്വാഡാണ് വന്നേക്കണത്. മയക്കുവെടി എലിഫന്റ് സ്ക്വാഡാണ് വന്നേക്കണത്. ഉത്സവം നാളെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അമ്പലത്തിൽ ഉത്സവം നിലവിൽ തുടങ്ങിയിട്ടില്ല. നാളെയാണ് കൊടിയേറ്റം. ഇത് തൊഴിക്കാൻ കൊണ്ടുവന്ന ഒരു ആനയാണ്. അമ്പലത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആനയല്ല. അതാണ് മധു, ഈ അമ്പലത്തിലേക്ക് തൊഴാനെത്തിയ ആനയാണ്. ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടെങ്കിൽ ഇവിടെ കുളിപ്പിക്കാനൊന്നും കൊണ്ടുവന്നതല്ല എന്നാണ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ തൊഴാനായി എത്തിയ ആനയാണ്. ആ ഘട്ടത്തിൽ തൊഴാനായി അമ്പലത്തിലേക്ക് പോകുന്നു. ഇതാ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ വീണ്ടും ആക്രമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മധു അത് ആ കാറും ബൈക്കും ചേർന്ന് കുത്തിമറിച്ചിരുന്നത്. ആന ഇപ്പോഴും അക്രമാസക്തനായി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും അതിലില്ല എന്നതാണ് ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ്. സമീപത്തൊരു തെങ്ങടക്കം ആ തെങ്ങിലേക്ക് കാറിനെ ചേർത്തിക്കൊണ്ടുള്ള കാറാകെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് മധു കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയെ ഒരു ഘട്ടത്തിലും അനുനയിപ്പിക്കാനോ തളയ്ക്കാനോ ഈ ഘട്ടം വരെ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഏത് സമയവും ആരെയും ആക്രമിക്കാമെന്നൊരു നിലയിലാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ കാറ് കുത്തിമറിച്ചിട്ട് വാഹനങ്ങൾ നശിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അക്രമാസക്തനാകുകയാണ് ആന ചെയ്യുന്നത്. ഇപ്പോൾ RRT സംഘമടക്കം ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ അക്രമാസക്തനാവുകയാണ്. പലതരത്തിലുള്ള ശ്രമങ്ങൾ 1 മണിക്കൂറോളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിൽ ആദ്യം RRT സംഘം എത്തുന്നതിന് മുമ്പ് പോലീസും നാട്ടുകാരും ഒക്കെ പലതരത്തിൽ ശ്രമിച്ചു നോക്കി. പിന്നീട് ഇപ്പോൾ RRT സംഘം എത്തിക്കൊണ്ട് പലതരത്തിൽ മയക്കാനുള്ള ശ്രമം, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതാ കൂടുതൽ അക്രമാസക്തനായിക്കൊണ്ട് വാഹനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആന കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വാഹനത്തിനോടുള്ള ദേഷ്യം തീർക്കാനെന്ന പോലെ വീണ്ടും അത് കുത്തിമറിച്ചിട്ട് ശേഷം വീണ്ടും അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനം നശിപ്പിച്ചെടുത്ത് കാണാം. അങ്ങനെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അത് കൊമ്പിൽ തൂക്കിയെടുത്തുകൊണ്ട് ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ RRT സംഘമൊക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ അതിനെ മയക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ തൊഴാനെത്തിയ സമയത്ത് ആന വിരണ്ടോടുകയായിരുന്നു. അങ്ങനെയാണ് സമീപത്തെ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയും
രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ച ഒരാൾ മരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായത്. ഇപ്പോഴിതാ ഒരു തരത്തിലും അരിശം തീരാതെ ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ കുത്തിമലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മുൻകരുതലും ആദ്യഘട്ടത്തിൽ ഇവിടെ തൊഴാനെത്തിക്കുന്ന സമയത്ത് ഈ ആനയുടെ പാപ്പാന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വലിയ തരത്തിലുള്ള മുൻകരുതലുകളൊന്നും ഇല്ലാതെ പറയുന്നുണ്ട് ബാക്കിലോട്. കാരണം ഏത് സമയത്തും ആന ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. RRT സംഘം 4 ഭാഗത്തു നിന്നും ശ്രമിക്കുന്നുണ്ട്, പലതരത്തിലും ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല, ഒരു തരത്തിലും ആ ആനയെ തളയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിനടുത്തേക്ക് വീണ്ടും ആന പോകുന്നുണ്ട്. പക്ഷേ ഏത് സമയവും തിരിഞ്ഞോടി RRT സംഘങ്ങളെ അടക്കം ആക്രമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത്. നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്ത് കുത്തിമറിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ജനറേറ്റർ വാഹനവും ഒരു ഓട്ടോയും പെട്ടിയോട്ടോയും ബൈക്കുകളും ഇപ്പോൾ ആ കാർ വീണ്ടും ആക്രമിക്കുകയാണ്. കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്നിട്ടും ആ കാറിന് മുകളിൽ വീണ്ടും അത് മറിച്ചിടാനും അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതാ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ കാർ ഇതാ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും പല ഭാഗങ്ങളിലും നടക്കുന്നത് കാറിലെ ഉടമ